കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. കായലുകൾക്കും നെൽപ്പാടങ്ങൾക്കുമിടയിൽ. എൻ്റെ ആദ്യകാല ഓർമ്മകൾ ആവി പറക്കുന്ന പുട്ടിൻ്റെ ഗന്ധവും പുലർച്ചെ ക്ഷേത്രമണിയുടെ ശബ്ദവും മോനെ എഴുന്നേൽക്കൂ എന്ന് എന്നെ വിളിക്കുന്ന എൻ്റെ അമ്മയുടെ സൗമ്യമായ ശബ്ദവുമാണ്. എൻ്റെ അമ്മ പരമ്പരാഗത അർത്ഥത്തിൽ വിദ്യാഭ്യാസം നേടിയിരുന്നില്ല. 5ാം ക്ലാസ് വരെ മാത്രമേ അമ്മ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു പാഠപുസ്തകത്തിലും ഒരിക്കലും പഠിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയാമായിരുന്നു. മുറിവുകൾ എങ്ങനെ സുഖപ്പെടുത്താമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ചർമ്മത്തിലെ മുറിവുകൾ മാത്രമല്ല, ഹൃദയത്തിലുള്ള മുറിവുകളും. കൊടുങ്കാറ്റുകളെ എങ്ങനെ ശാന്തമാക്കാമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ആകാശത്തിലല്ല, ഞങ്ങളുടെ വീട്ടിൽ. സൂര്യോദയത്തിന് മുമ്പ് അമ്മ ഉണരും. ഗ്രാമം അപ്പോഴും ഉറങ്ങുകയാണ്. അമ്മ ഞങ്ങളുടെ ചെറിയ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് അന്ന് എനിക്ക് മനസ്സിലാകാത്ത പ്രാർത്ഥനകൾ മന്ത്രിക്കും. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം, എല്ലാ പ്രാർത്ഥനകളും എനിക്ക് വേണ്ടിയായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയ്ക്കിടെ എനിക്ക് അസുഖം വന്നതായി എനിക്ക് ഓർമ്മയുണ്ട്. പനി, ചുമ, അസഹനീയമായ തലവേദന. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അമ്മ എന്നെ ശകാരിച്ചില്ല. അമ്മ പരിഭ്രാന്തിയായില്ല. അമ്മ എന്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്കെല്ലാം ശരിയാകും മോനെ, അമ്മയുണ്ടല്ലോ. രാത്രി മുഴുവൻ അമ്മ ഉണർന്നിരുന്നു. എന്റെ തലയിൽ നനന തുണി അമർത്തി ഉപ്പുമാങ്ങയോടൊപ്പം കഞ്ഞി നൽകി. ഉറങ്ങാൻ പഴയ മാപ്പിളപ്പാട്ട് മൂളി. പിറ്റേന്ന് രാവിലെ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയെ പോലെ എന്റെ കൈ പിടിച്ച് അമ്മ എന്നെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോയി. ആ വർഷം ഞാൻ വിജയിച്ചു. എൻ്റെ ശക്തി കൊണ്ടല്ല, അമ്മയുടെ ശക്തി കൊണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഞാൻ കൊച്ചിയിൽ കോളേജിൽ പോയി. ബാംഗ്ലൂരിൽ ജോലി ലഭിച്ചു. ഞാൻ സ്യൂട്ട് ധരിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാനും തുടങ്ങി. ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് ഞാൻ കരുതി. പക്ഷെ എല്ലാ രാത്രിയിലും ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ, അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് മൃദുവായി. ഒരു ദിവസം അമ്മ പറഞ്ഞു, മോനെ, ഞാൻ ചെറിയ മരുന്നെടുക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഷുഗറാണെന്ന്. ഞാനത് ചിരിച്ചു തള്ളി. എല്ലാവർക്കും ഷുഗറായി വരുന്നു അമ്മേ, വിഷമിക്കേണ്ട. പക്ഷെ ഞാൻ വിഷമിക്കേണ്ടതായിരുന്നു. കോളുകൾ ചെറുതായി തുടങ്ങി. അമ്മയുടെ ശബ്ദം ദുർബലമായി. ഒരു ദിവസം കോളൊട്ടും വന്നില്ല. ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മ അവിടെ കിടക്കുകയായിരുന്നു. സമാധാനത്തോടെ, ശാന്തമായി. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ജപമാലയും പിടിച്ച്. എന്റെ സഹോദരി എന്നോട് പറഞ്ഞ അവരുടെ അവസാന വാക്കുകൾ, എന്റെ മോൻ സേഫാണല്ലേ? ഇപ്പോൾ ബാംഗ്ലൂരിലെ എൻ്റെ അപ്പാർട്ട്മെന്റിൽ ഞാൻ വിളക്ക് കൊളുത്തുമ്പോഴെല്ലാം ആ ജോലിയിൽ അമ്മയുടെ മുഖം ഞാൻ കാണുന്നു. അമ്മയുടെ സ്നേഹം അമ്മയുടെ അവസാന ശ്വാസത്തോടെ നിലച്ചില്ല. അതിപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയാണ്. എല്ലാ വിജയത്തിലും എല്ലാ പരാജയത്തിലും ഓരോ ശാന്ത നിമിഷത്തിലും. അമ്മ എൻ്റെ ആദ്യ സുഹൃത്തും എൻ്റെ ആദ്യ അധ്യാപികയും എൻ്റെ എക്കാലത്തെയും സംരക്ഷകയുമായിരുന്നു. അമ്മ മന്ത്രിച്ച ഓരോ പ്രാർത്ഥനയിലും, അമ്മ പാകം ചെയ്ത ഓരോ ഭക്ഷണത്തിലും, എൻ്റെ അരികിൽ ചെലവഴിച്ച ഓരോ ഉറക്കമില്ലാത്ത രാത്രിയിലും നിരുപാധികമായി സ്നേഹം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അമ്മ എനിക്ക് കാണിച്ചു തന്നു. അമ്മ എനിക്ക് വെറും അമ്മ മാത്രമായിരുന്നില്ല, അമ്മയായിരുന്നു എൻ്റെ ലോകം.